പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തന്നിരുന്നു. നിങ്ങളെല്ലാവരും അത് കേട്ടിരിക്കുമല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു കഥ? നിങ്ങൾ അതിൻ്റെ താഴെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ആനയുടെയും തുന്നൽക്കാരൻ്റെയും കഥയാണ്. ഈ കഥയും നിങ്ങൾ കേട്ടിരിക്കും. ഒരു കൊമ്പൻ്റെയും അവനെ സ്നേഹിച്ച പാപ്പാൻ്റെയും പ്രശസ്തനായ ആ തുന്നൽക്കാരൻ്റെയും കഥ ഞാൻ പറയുകയാണ്. ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറയാറില്ലേ, അതുപോലെ ആയിരുന്നു പാപ്പാനും ആനയും. ഊണിലും ഉറക്കത്തിലും എല്ലാം രണ്ടുപേരും ഒരുമിച്ച് തന്നെ ആയിരുന്നു. ആനയുടെ വയറ് കായുന്നതോ കണ്ണ് നിറയുന്നതോ ഒന്നും പാപ്പാൻ സഹിക്കില്ല. ആനയ്ക്ക് കൊടുക്കാതെ അയാൾ യാതൊന്നും കഴിക്കുകയുമില്ല. ഈ കൊമ്പനാനയെ ഗ്രാമീണർക്കും വലിയ കാര്യമായിരുന്നു. അവൻ്റെ കളി കാണാൻ അവർ തടിച്ചുകൂടും. എഴുന്നള്ളത്തിൻ്റെ നേരത്ത് അവനെ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കും. ആനയെ കുളിപ്പിക്കാനായി കൊണ്ടുപോവുക അടുത്തു തന്നെയുള്ള ഒരു പുഴയിലേക്കാണ്. അതിന് നടുക്ക് 4 ആൾ പൊക്കം വെള്ളമുള്ള പുഴയെന്നാണ് എല്ലാവരും പഴമക്കാരെല്ലാവരും പറയുന്നത്. അത്രയ്ക്ക് വെള്ളമില്ലെങ്കിൽ നിലയില്ല അതിനകത്ത്. കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ചുവന്ന ഈരഴത്തോർത്ത് ചുറ്റി തോളിലൊരു മുണ്ടിട്ട് പാപ്പാൻ ആനയും കൊണ്ട് പുഴക്കരയിലെത്തും. പാപ്പാൻ തോളിലെ മുണ്ടഴിച്ച് പുഴക്കരയിൽ വയ്ക്കുമ്പോഴേ ആനയ്ക്ക് കാര്യം മനസ്സിലാവും. അവൻ പുഴയിലിറങ്ങി ആഴമില്ലാത്ത ഭാഗത്ത് ചരിഞ്ഞു കിടക്കും. അപ്പോഴേക്കും ആളുകളെ കൊണ്ട് അവിടെ എല്ലാം നിറഞ്ഞിരിക്കും. കളികൾ കാണാനെത്തുന്നതാണ് അവർ. അവരെ പരമാവധി രസിപ്പിക്കാൻ അവൻ ശ്രമിക്കാറുണ്ട്. തുമ്പിക്കൈ നിറയെ വെള്ളമെടുത്ത് ദേഹത്ത് ചീറ്റിച്ചും ജലപ്പരപ്പിൽ ശക്തിയായിട്ട് അടിച്ചുമൊക്കെ അവൻ്റെ കളികൾ കണ്ടു നിൽക്കാൻ അവർക്കും വലിയ ഇഷ്ടമാണ്. ഒരു കവലയിലൂടെയാണ് പാപ്പാൻ ആനയും കൊണ്ട് പുഴക്കരയിലേക്ക് പോവുക. ആനയുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഓട്ടുമണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കവലയിലെ കച്ചവടക്കാർക്കെല്ലാം വലിയ സന്തോഷമാകും. അവനവർക്ക് വലിയ പരിചയമാണ്. പോകുന്ന വഴിവെക്കിൽ തന്നെ ഒരു തയ്യൽക്കടയുണ്ട്. ആ തയ്യൽക്കടയിലിരുന്ന് ഒരു തുന്നൽക്കാരൻ തയ്ക്കുന്നുമുണ്ട്. അയാൾക്ക് ആനയെ വലിയ ഇഷ്ടമായിരുന്നു. ആനയ്ക്കും അയാളോട് വലിയ ഇഷ്ടമായിരുന്നു. എന്തെന്നാൽ ഓരോ ദിവസവും ആന ആ വഴിയെ കടന്നു പോകുമ്പോൾ തുന്നക്കാരൻ അവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വയ്ക്കും തിന്നാനായിട്ട്. ഒരു മുറി തേങ്ങയോ ഒരു പടല പൂവമ്പഴമോ ഒരു ശർക്കരയോ അങ്ങനെ എന്തെങ്കിലും. ആന തുന്നക്കാരൻ്റെ മുമ്പിൽ വരുമ്പോൾ അവിടെ നിൽക്കും. എന്നിട്ട് തുമ്പിക്കൈ നീട്ടി കാണിക്കും. സാന്നിധ്യം അറിയിക്കാനായിട്ട് ഒന്ന് അമറുകയും ചെയ്യും. തുന്നൽക്കാരൻ അപ്പോൾ തന്നെ പൊതിയെടുത്ത് അവൻ്റെ തുമ്പിക്കൈയിൽ വെച്ച് കൊടുക്കുകയും അവൻ അത് തിന്ന് മടങ്ങും മുമ്പേ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. ഒരു ദിവസം തുന്നൽക്കാരൻ മനസ്സിലോർത്തു, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ആനയെ എന്നും തീറ്റിപ്പോറ്റുന്നത്? അതിൻ്റെ ആവശ്യം എനിക്കെന്താണ്? എനിക്ക് പാപ്പാൻ ഒന്നും തരുന്നില്ലല്ലോ, തിരികെ ഒന്നും കിട്ടുന്നുമില്ല. എന്തിനു വേണ്ടി ഞാനിത് ചെയ്യണം? ആ തുന്നൽക്കാരൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരുന്നു. ഇനിയും ആന വന്നാൽ തീറ്റ കൊടുക്കുകയില്ല എന്ന് തുന്നൽക്കാരൻ തീരുമാനിച്ചു. പിറ്റേന്നും പതിവ് പോലെ ആനയും കൊണ്ട് പാപ്പാൻ പുറപ്പെട്ടു. പതിവിലധികം വിശപ്പുണ്ടായിരുന്നു അവന്. അവൻ കവലയിലെത്തി തുന്നൽക്കാരനെ കണ്ടു. മണികിലുക്കം കേൾക്കുമ്പോൾ തലയുയർത്തി നോക്കാറുള്ള ആ തയ്യൽക്കാരൻ അന്ന് പുഞ്ചിരിച്ചതുപോലുമില്ല. അങ്ങനെ ആന അയാൾക്ക് മുന്നിലെത്തി നിന്ന് തുമ്പിക്കൈ നീട്ടിക്കാണിച്ചു. ചെറുതായൊന്ന് അമറുകയും ചെയ്തു. തുന്നൽക്കാരൻ തല ഉയർത്തി നോക്കി. അയാളുടെ മുഖത്ത് ഒരു സന്തോഷവും ആന കണ്ടില്ല. ഇത് സാരമില്ല, വെറും സൗന്ദര്യപ്പിണക്കമാണെന്ന് കരുതി അവൻ വീണ്ടും തുമ്പിക്കൈ അയാളുടെ ദേഹത്ത് തലോടി. അതിഷ്ടപ്പെടാതെ തയ്യൽക്കാരൻ സൂചിയെടുത്ത് ആനയുടെ തുമ്പിക്കൈയുടെ അഗ്രത്തിൽ ഒരു കുത്തുകുത്തി. ആ കുത്തേറ്റ് ആനയ്ക്ക് വല്ലാതെ വേദനിച്ചു. ചോര പൊടിക്കാൻ തുടങ്ങി. അവന് സങ്കടമായി. അവൻ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് ആറ്റിലേക്ക് നടന്നു. പാപ്പാൻ്റെ മനസ്സും വല്ലാതെ വേദനിച്ചു. പാപ്പാൻ അവനെ സമാധാനിപ്പിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തന്നെ ഇരുന്നു. പുഴക്കരയിലെത്തുവോളം അവൻ കരഞ്ഞുകൊണ്ട് നടന്നു. വെള്ളത്തിലിറങ്ങിയിട്ടും അവന് ഒരു ഉത്സാഹവും തോന്നിയില്ല. ഒരു വിധത്തിൽ കുളിച്ചെന്ന് വരുത്തി അവൻ കരയ്ക്ക് കയറി. കരയ്ക്ക് കയറും മുമ്പ് പുഴയിൽ നിന്ന് തുമ്പിക്കൈ നിറയെ അവൻ വെള്ളം വലിച്ചെടുത്തു. അത് പാപ്പൻ കണ്ടതുമില്ല.
അവൻ നടന്നു കിടന്ന് കവലയിലെത്തി. തുന്നൽക്കാരൻ അപ്പോഴും അവിടെ ഇരുന്ന് തുന്നുന്നുണ്ടായിരുന്നു. കടയ്ക്ക് മുന്നിലെത്തിയതും ആന പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ഇവൻ എന്തിനുള്ള പാവമാണെന്ന് പാപ്പാൻ ചിന്തിച്ച് നിൽക്കെ ആന തുമ്പിക്കൈയിലെ വെള്ളം മുഴുവനും കടയിലേക്ക് ഭൂ എന്ന് ഒരൊറ്റ ചീറ്റൽ. കൈവണ്ണത്തിൽ പതിച്ച വെള്ളത്തിൽ തുന്നൽക്കാരൻ ഒന്നാകെ നനഞ്ഞു കുളിച്ചു. മാത്രമല്ല അയാളുടെ കടയിലെ പുത്തൻ തുണി മുഴുവൻ നനഞ്ഞും പോയി. അയാളങ്ങനെ വാ പൊളിച്ചു നിന്നപ്പോൾ ആന ഒന്നും നടന്നിട്ടില്ല എന്ന ഭാവത്തിൽ ചെവിയും മാട്ടി മണിയും കിലുക്കി സന്തോഷത്തോടെ മുന്നോട്ട് നടന്നു. ഇത് ആനയുടെ ഒരു ചെറിയ പ്രതികാരമാണ്. എന്നാൽ ആർക്കും ഒരു അതായത് ഒരു ദ്രോഹവും ചെയ്യാത്ത രീതിയിൽ, ആർക്കും ഉപദ്രവം ഉണ്ടാവാത്ത ഒരു രീതിയിൽ ആന ഒരു റിവെഞ്ച് എടുത്തു. അത്ര മാത്രമേ ഉള്ളൂ. ഈ കഥയുടെ സാരാംശവും അതുതന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനിയും അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി ഞാൻ വരും.